ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 4ാമത്തെ യൂണിറ്റ് ആയിട്ടുള്ള ഫ്രം ഇൻജസ്റ്റിസ് ടു ജസ്റ്റിസ് എന്നതിലെ ആക്ടിവിറ്റീസും ക്വസ്റ്റ്യൻ ആൻസേഴ്സുമാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഓരോ ആക്ടിവിറ്റീസായിട്ട് ആദ്യം നോക്കാം, എന്നിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻ ആൻസേഴ്സും കൂടി ഡിസ്കസ് ചെയ്യാം. ഒന്നാമത്തേത്, ആറൻറ്റ് യു ഫെമിലിയർ വിത്ത് ദ വേർഡ് മാർജിൻ, സൈഡ്, ബോർഡർ? ഇൻ വാട്ട് സെൻസ് ആർ ദീസ് വേർഡ് കോമൺലി യൂസ്ഡ്? എന്താണ് സൈഡ്, ബോർഡർ, മാർജിൻ? ഈ വേർഡ്സൊക്കെ നിങ്ങൾക്ക് ഫെമിലിയർ അല്ലേ? ഈ വേർഡ്സ് കോമൺ ആയിട്ട് നമ്മൾ എന്തിനൊക്കെയാണ് യൂസ് ചെയ്യുന്നത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. എന്തൊക്കെയാണ്? ഇഗ്നോറ്, അവോയ്ഡ്, സെറ്റ് അസൈഡ്, ഇതിനൊക്കെയാണ് നമ്മൾ കോമൺ ആയിട്ട് ഉപയോഗിക്കാറുള്ളത്. അഥവാ ഒരു ഭാഗത്തേക്ക് നിൽക്കുക, അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യുക, അതിനെ ഇഗ്നോർ ചെയ്യുക എന്നൊക്കെ രീതിയിലാണ് നമ്മൾ കോമൺ ആയിട്ട് ഈ വാക്കുകളൊക്കെ ഉപയോഗിക്കാറ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പേജ് നമ്പർ 55-ലും 56-ലുമായിട്ട് കുറച്ച് പിക്ചേഴ്സ് വന്നിട്ടുണ്ട് അല്ലേ? ഹാവിൻ യു ഒബ്സർവ് ദീസ് പിക്ചേഴ്സ്? വാട്ട് ആർ ദ കണ്ടീഷൻ ഡിപിക്റ്റഡ് ഇൻ ദ പിക്ചേഴ്സ്? ഈ പിക്ചേഴ്സിൽ പറയുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒന്ന് അവിടെ തന്നിട്ടുണ്ട്, നാച്ചുറൽ ഡിസാസ്റ്റർ എന്ന്. പിന്നെ എന്തൊക്കെയാണ്? മൈഗ്രേഷന്, ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, സീസർഗ്. ഒന്നുകൂടെ പറയാം, മൈഗ്രേഷൻ എങ്ങനെയാണ്? കോസ്ഡ് ബൈ വാർ അല്ലേ? അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ്, ഫ്ലഡ്, സീസർഗ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. പേജ് നമ്പർ 60-ലുള്ള ക്വസ്റ്റ്യൻ ആണ്. പ്രിപ്പയർ എ നോട്ട് ഓൺ ദ ആർട്ടിസ്റ്റിക് ആൻഡ് കൾച്ചറൽ ലൈഫ് ഓഫ് ട്രൈബൽ പീപ്പിൾ. ട്രൈബൽ പീപ്പിളിൻ്റെ ആർട്ടിസ്റ്റിക് ആയിട്ടും കൾച്ചറൽ ആയിട്ടുള്ള ലൈഫിനെ കുറിച്ചിട്ട് ഒരു നോട്ട് എഴുതാനാണ് പറഞ്ഞിട്ടുള്ളത്. ദ ഫീൽഡ് ഓഫ് ആർട്ട്, ലാംഗ്വേജ്, ലിറ്ററേച്ചർ, മെഡിസിൻ ആൻഡ് അഗ്രികൾച്ചർ, ദ ട്രൈബൽസ് ഹാവ് എക്സലൻറ്റ് നോളജ് ആൻഡ് സ്കിൽസ് ദാറ്റ് ദേ ഹാവ് അക്വേർഡ് ത്രൂ ക്ലോസ് കോണ്ടാക്ട് വിത്ത് നേച്ചർ. എന്താണ്? അവർക്ക് പ്രകൃതിയുമായിട്ട് ഇണങ്ങി ജീവിക്കുന്നവരായതുകൊണ്ട് തന്നെ ആ ഒരു ഇതിൽ അവർക്ക് നന്നായിട്ടുള്ള നോളജ് ഉണ്ട്. ആർട്ടിലായിക്കോട്ടെ, ലാംഗ്വേജിലായിക്കോട്ടെ, ലിറ്ററേച്ചർ, മെഡിസിന്, അഗ്രികൾച്ചർ, ഇതിലെല്ലാം അവർക്ക് എക്സലൻ്റ് ആയിട്ടുള്ള നോളജ് ഉണ്ട്. കാരണം അവർ പ്രകൃതിയുമായിട്ട് വളരെയധികം ഇണങ്ങി ജീവിക്കുന്നവരാണ്. There are many tribal groups with unique musical tradition. അതുപോലെ തന്നെ ട്രൈബൽസിൽ തന്നെ ഒരുപാട് ഗ്രൂപ്പുകൾക്ക് യുണീക്കായിട്ടുള്ള മ്യൂസിക്കൽ അവർക്ക് അറിയാവുന്നതാണ്. അത് പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടിപ്പോകുന്നതാണ്. They also have the expertise to make and to use a variety of musical instruments such as peri, tudi, davil, etc. ഇത്തരത്തിലുള്ള മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിക്കുന്നതിലും അവർ വളരെയധികം എക്സ്പീരിയൻസ് ഉള്ളവരാണ്, അല്ലെങ്കിൽ അതിൽ വളരെ എന്താ പറയുക, അവർക്ക് ഭയങ്കര എക്സ്പെർട്ടൈസ് ആണ് അതിൽ എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ, പേജ് നമ്പർ 64-ലുള്ളതാണ്. വൈ ഡിഡ് അവർ കോൺസ്റ്റിറ്റ്യൂഷൻ കംപ്ലീറ്റ്ലി പ്രൊഹിബിറ്റ് ഡിസ്ക്രിമിനേഷൻ? എന്തുകൊണ്ടാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ കംപ്ലീറ്റ് ആയിട്ട് ഡിസ്ക്രിമിനേഷൻ വേണമെന്ന് പറയുന്നത്? എന്തുകൊണ്ടാണ്? എന്തൊക്കെയാണ്? ഡിസ്ക്രിമിനേഷൻ ഹിൻഡേഴ്സ് സോഷ്യൽ പ്രോഗ്രസ്. എങ്കിൽ മാത്രമേ അവിടെ ഒരു സോഷ്യൽ പ്രോഗ്രസ് ഉണ്ടാവുകയുള്ളൂ. അതുപോലെ തന്നെ ക്രിയേറ്റ്സ് എക്കണോമിക് ഇനീക്വാളിറ്റി. അവിടെ എന്താണ്? അതല്ല എന്നുണ്ടെങ്കിൽ അവിടെ ഒരു എക്കണോമിക് ആയിട്ടുള്ള ഇനീക്വാളിറ്റീസ് ഉണ്ടാവും. കൂടാതെ ഡിനൈസ് സേഫ് ഫിസിക്കൽ എൻവയോൺമെൻറ്റ്, ദെൻ ക്രിയേറ്റ്സ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ, ഡിനൈസ് ഈക്വൽ കൺസിഡറേഷൻ, ഡിനൈസ് ഓപ്പർച്യൂണിറ്റീസ്. ഇതൊക്കെ ഉണ്ടാവണമെങ്കിൽ എന്താണ്? നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ പരമായിട്ട് ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാതാക്കുന്ന തരത്തിലായിരിക്കണം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ നിലവിൽ വരേണ്ടത്. അല്ല എന്നുണ്ടെങ്കിൽ എക്കണോമിക്കലായിട്ടും പൊളിറ്റിക്കലായിട്ടും സോഷ്യലായിട്ടും ഒക്കെ സമൂഹത്തിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് അങ്ങനെ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത കോൺസ്റ്റിറ്റ്യൂഷനായിട്ട് മാറിയതും അതുകൊണ്ട് തന്നെയാണ്. അതിന് താഴെ തന്നെയുള്ള നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ഫൈൻഡ് ഔട്ട് വിച്ച് ലോസ് ആൻഡ് ആർട്ടിക്കിൾസ് എക്സിസ്റ്റഡ് ഇൻ ഇന്ത്യ എഗെയിൻസ്റ്റ് കാസ്റ്റ് ഡിസ്ക്രിമിനേഷൻ, എക്സ്പാൻഡ് ദ ലിസ്റ്റ്. എന്താണ്? കാസ്റ്റ് ഡിസ്ക്രിമിനേഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടുള്ള ആർട്ടിക്കിൾസ്, ലോസ് ഏതൊക്കെയാണ് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിലുള്ളത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഒരെണ്ണം അവിടെ തന്നിട്ടുണ്ട്, ആർട്ടിക്കിൾ 14 ആൻഡ് 15 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 17 ആണ്. അതുപോലെ പ്രൊട്ടക്ഷൻ ഓഫ് സിവിൽ റൈറ്റ്സ് ആക്ട് 1955-ലെ, ദെൻ സ്കെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് സ്കെഡ്യൂൾഡ് ട്രൈബ് പ്രിവെൻഷൻ ഓഫ് അട്രോസൈറ്റീസ് ആക്ട്. ഓക്കെ, ഇതൊക്കെയാണ് പ്രധാനമായിട്ടും നമ്മുടെ കാസ്റ്റ് ഡിസ്ക്രിമിനേഷന് എഗെയിൻസ്റ്റ് ആയിട്ടുള്ള ലോസ് എന്ന് പറയുന്നത്, ലോസും ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലെറ്റ്സ് എക്സ്പാൻഡ് ദ ലിസ്റ്റ് ബൈ ഫൈൻഡിങ് ദ സോഷ്യൽ ഫാക്ടേഴ്സ് ദാറ്റ് കൺസിഡേഴ്സ് എവ്രി വൺ ഫോർ ആൻ ഐഡിയൽ സൊസൈറ്റി. എല്ലാവർക്കും ഒരു ഐഡിയൽ സൊസൈറ്റി ആവശ്യമാണ് എന്ന് പറയുന്ന സോഷ്യൽ ഫാക്ടേഴ്സൊക്കെ ഒന്ന് ഫൈൻഡ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ കുറച്ച് തന്നിട്ടുണ്ട്, അതിനൊന്ന് എക്സ്പാൻഡ് ചെയ്ത് എഴുതിയാൽ മതി. തന്നിട്ടുള്ളത് മോർ പോളിസീസ് ഫോർ ഈക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് കൂടുതൽ പോളിസീസ് കൊണ്ടുവരിക. മോർ ലോസ് ടു പ്രിവെൻറ്റ് ഡിസ്ക്രിമിനേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ലോസ് കൊണ്ടുവരിക. അതുപോലെ തന്നെ ആക്സസ് ടു ഈക്വാളിറ്റി എഡ്യൂക്കേഷൻ ഫോർ ഓൾ, എല്ലാവർക്കും വിദ്യാഭ്യാസം ലഭിക്കുന്ന ആക്സസ് കൊണ്ടുവരിക. ദെൻ മെഷേഴ്സ് ടു എൻഷുർ ക്വാളിറ്റി ഇൻ ഓൾ സെക്ടേഴ്സ് ഓഫ് എംപ്ലോയ്മെൻറ്റിലെ എല്ലാ സെക്ടേഴ്സിലും എല്ലാവർക്കും ഈക്വാളിറ്റി കൊണ്ടുവരിക എന്നുള്ളതാണ്.
ദെൻ എന്തൊക്കെ കൊടുക്കാം? ട്രാൻസ്പെറൻസി ഇൻ അപ്പോയിൻമെൻറ്റിലൊക്കെ ഒരു ട്രാൻസ്പെറൻസി കൊണ്ടുവരിക. ദെൻ അവോയ്ഡിങ് ഡിസ്ക്രിമിനേഷൻ ബേസ്ഡ് ഓൺ റിലീജിയൻ, കാസ്റ്റ് ആൻഡ് വെൽത്തിൻ്റെയും കാസ്റ്റിൻ്റെയും റിലീജിയൻ്റെയും ബേസിലുള്ള എല്ലാ ഡിസ്ക്രിമിനേഷനും അവോയ്ഡ് ചെയ്യുക. ഇത്രയുമാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ബേസ്ഡ് ആയിട്ടുള്ള ആക്ടിവിറ്റീസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് നോട്ട്സും കൂടെ നമുക്ക് നോക്കാം. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മാർജിനലൈസേഷൻ? നമ്മൾ ഈ പാഠഭാഗത്ത് പഠിക്കുന്നത് മാർജിനലൈസേഷനെ കുറിച്ചിട്ടാണ് അല്ലേ. എന്താണ് മാർജിനലൈസേഷൻ എന്ന് പറഞ്ഞാൽ? മാർജിനലൈസേഷൻ ഈസ് എ പ്രോസസ് ഓഫ് എക്സ്ക്ലൂഡിങ് സം ഗ്രൂപ്പ്സ് ഫ്രം ദ പ്ലേസ് വേർ ദേ ഡിസേർവ് ഈക്വൽ കൺസിഡറേഷൻ. ഈക്വൽ കൺസിഡറേഷൻ കിട്ടേണ്ട ഒരു പ്ലേസിൽ നിന്നും അവരെ ഒരു പ്രത്യേക ഗ്രൂപ്പുകളാക്കി മാറ്റി നിർത്തുന്നതിനെയാണ്, ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ മാർജിനലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ഈസ് മീൻ ബൈ ഇൻജസ്റ്റിസ്? എന്താണ് ഇൻജസ്റ്റിസ്? Injustice refers to the practice of exclusion of individuals from the mainstream of society, denial of opportunities and social discrimination. ഇൻജസ്റ്റിസ് എന്ന് പറഞ്ഞാൽ സൊസൈറ്റിയിൽ ഒരു ഈക്വൽ കൊടുക്കേണ്ട ഒരു സ്ഥലത്ത്, അഥവാ സൊസൈറ്റിയിൽ ഒരു ഓപ്പർച്യൂണിറ്റീസിലായിക്കോട്ടെ അല്ലെങ്കിൽ ബാക്കിയുള്ള രീതിയിലായിക്കോട്ടെ അവർക്കൊരു ഇക്വാളിറ്റി കൊടുക്കേണ്ട അവിടെ ഒരു സോഷ്യൽ ഡിസ്ക്രിമിനേഷൻ കൊണ്ടുവരുന്നതിനെയാണ് നമ്മൾ ഇൻജസ്റ്റിസ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ ഫേസസ് മാർജിനലൈസേഷൻ ഇൻ ദ സൊസൈറ്റി? സൊസൈറ്റിയിൽ ആരൊക്കെയാണ് ഈ മാർജിനലൈസേഷൻ ഫേസ് ചെയ്യുന്നത്? ആരൊക്കെയാണ്? മെനി ഗ്രൂപ്പ്സ് ആർ മാർജിനലൈസ്ഡ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ ഇൻ സൊസൈറ്റി. സൊസൈറ്റിയിൽ ഒരുപാട് ആളുകൾ ഇത് ഫേസ് ചെയ്യുന്നുണ്ട്. ദിസ് ഇൻക്ലൂഡ് വുമൺ, ട്രാൻസ്ജെൻഡേഴ്സ്, ദളിറ്റ്സ്, ട്രൈബൽസ്, മൈനോറിറ്റീസ്, പോവർട്ടി സ്ട്രൈക്കൻ പീപ്പിൾ, ഡിഫറെൻ്റ്ലി ഏബിൾഡ് പേഴ്സൺസ്. ഇവരൊക്കെയാണ് മെയിനായിട്ടും ഇത് ഫേസ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, പ്രിപ്പയർ എ നോട്ട് ഓൺ മഹാത്മാ അയ്യങ്കാളി സ്ട്രഗിൾ അഗെയിൻസ്റ്റ് കാസ്റ്റ് ബേസ്ഡ് മാർജിനലൈസേഷൻ. കാസ്റ്റ് ബേസ് ചെയ്തിട്ടുള്ള മാർജിനലൈസേഷൻ്റെ സ്ട്രഗിൾ മഹാത്മാ അയ്യങ്കാളി ചെയ്തിട്ടുള്ള അതിനെതിരെ എന്തൊക്കെയാണ് ചെയ്തിട്ടുള്ളത് എന്നാണ് ക്വസ്റ്റ്യൻ. എന്തൊക്കെയായിരുന്നു? എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് വെർ ഡിനൈഡ് ടു ദ സോ കോൾഡ് ലോവർ കാസ്റ്റ് ബൈ ദോസ് ഹൂ കൺസിഡർ ദംസെൽഫ് ആസ് എ അപ്പർ കാസ്റ്റ്. അപ്പർ കാസ്റ്റ് ആയിട്ടുള്ള ആളുകൾക്കായിരുന്നു അന്ന് എഡ്യൂക്കേഷണൽ ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടായിരുന്നത്. ലോവർ കാസ്റ്റിന് എന്തായിരുന്നു? നിരോധിച്ച നിലയിലായിരുന്നു അല്ലേ. അവർക്ക് എഡ്യൂക്കേഷൻ ഒന്നും എടുക്കാൻ പാടില്ല എന്നായിരുന്നു അന്നുണ്ടായിരുന്നത്. മഹാത്മാ അയ്യങ്കാളി വർക്ക് ടു പ്രൊവൈഡ് ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റി ടു ദ ഡിപ്രൈവ്ഡ്. അങ്ങനെ അടിച്ചമർത്തപ്പെട്ട സമൂഹത്തിന് വേണ്ടിയിട്ട് എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ്, ഈക്വൽ എഡ്യൂക്കേഷൻ ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യണമെന്നായിരുന്നു അയ്യങ്കാളി, അതിനായിരുന്നു അദ്ദേഹം പ്രവർത്തിച്ചിരുന്നത്. എ ദളിത് ഗേൾ നെയ്മഡ് പഞ്ചമി വാസ് നോട്ട് അലൗഡ് ടു സ്റ്റഡി ഇൻ സ്കൂൾ. ഒരു ദളിത് ഗേളായിട്ടുള്ള പഞ്ചമിയെ സ്കൂളിൽ അഡ്മിഷൻ ഒന്നും കിട്ടിയില്ല, അവൾക്ക് സ്കൂളിൽ പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അയ്യങ്കാളി കെയിം ടു ദ സ്കൂൾ ഹോൾഡിംഗ് പഞ്ചമീസ് ഹാൻഡ് ആൻഡ് മെയ്ഡ് ഹെർ സിറ്റ് ഇൻ ദ സ്കൂൾ. അവളുടെ കയ്യും പിടിച്ചുകൊണ്ട് അയ്യങ്കാളി സ്കൂളിലേക്ക് വരികയും അവളെ ആ സ്കൂളിൽ ഇരുത്തുകയും ചെയ്തു. ദ ഗ്രേറ്റ്നെസ് ഓഫ് അയ്യങ്കാളി ഈസ് ദാറ്റ് ഹി റെക്കഗ്നൈസ്ഡ് എഡ്യൂക്കേഷൻ ആസ് എ ടൂൾ ഫോർ സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ. സോഷ്യൽ ട്രാൻസ്ഫോർമേഷൻ ഉണ്ടാവണമെങ്കിൽ അവിടെ എന്താ വേണ്ടത്? ആദ്യം വേണ്ടത് എഡ്യൂക്കേഷൻ, അതാണ് ഏറ്റവും വലിയ ടൂള് എന്നായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്. അപ്പോൾ ഇത്രയുമാണ് ഇതിൽ പ്രധാനപ്പെട്ട നോട്ട്സ് എന്ന് പറയുന്നത്. ഈ ചാപ്റ്റർ നന്നായിട്ട് വായിച്ച് മനസ്സിലാക്കിയിട്ട് എക്സാം എഴുതാൻ പോവുക. കാരണം ആ ചാപ്റ്ററിൻ്റെ ഉള്ളിൽ നിന്നുള്ള ഒരുപാട് കാര്യങ്ങളായിരിക്കും ചോദിക്കുക. അതുപോലെ തന്നെ ജനറൽ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചോദിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ കൂട്ടുകാരെ ഭാഗങ്ങളൊക്കെ നന്നായിട്ട് പഠിച്ച് മനസ്സിലാക്കി വെച്ചിട്ട് പോവുക. ഓക്കെ, എനിവേ താങ്ക്സ് ഫോർ വാച്ചിങ്.